ഹലോ ഗായ്സ്. അപ്പോൾ അതെൻ്റെ സിസ്റ്ററാണ് റിൻഷ നസ്രി. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികൾ, ഞങ്ങളുടെ ഹോബീസാണ് ഞാൻ കാണിക്കാൻ പോണത്. ശരിയാ, നമുക്കിന്ന് എന്ത് ചെയ്യും? അല്ല, എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്ത് ചെയ്യും? നമുക്കിന്നൊരു ജേണൽ പിടിച്ചാലോ? നമുക്കിന്ന് എന്തായാലും ഒരു ജേണൽ ചെയ്യാം. എനിക്ക് ഈ ജേണലിനെ കുറിച്ച് അറിഞ്ഞത് ഈ പെണ്ണുകാരനാണ്. ഇവളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തിവരയ്ക്കും, രാത്രി നില്ല പകരുന്നില്ല, ഇങ്ങനെ കുറേ കുത്തിവരച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവള് പറഞ്ഞത് ജേണലാണ്, ഇതിങ്ങനെയാണ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുക. സംഭവം ഞങ്ങളുടെ കയ്യിൽ ജേണലിൻ്റെ ഒരു സാധനങ്ങളും ഇല്ല, ചെറിയ എന്തോ സ്റ്റിക്കേഴ്സ് അങ്ങനെ എന്തോ ഉണ്ട്. പക്ഷെ ഞങ്ങളിന്ന് ഫുൾ സ്റ്റിക്കേഴ്സ് ഒന്നും ഉപയോഗിക്കാണ്ടാണ് ചെയ്യുന്നത്, ഫുൾ വരയ്ക്കും. ശരി, എന്താ പറ്റി? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചലഞ്ച് പോലെ ചെയ്താലോ? ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ സെറ്റായിട്ട് കാണാം. അപ്പോൾ എൻ്റെ അനിയത്തി അതാ പോണു. അവൾ കുറേ ജേണൽ ചെയ്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ല കട്ടിയിൽ കുറേ പേജുകളൊക്കെ ഇങ്ങനെ കയറി വലിയ ബുക്കൊക്കെ ആക്കിയിട്ട് അങ്ങനെയാണ് അവൾ ജേണൽ ചെയ്തിട്ടുള്ളത്. കുറച്ച് കാണിച്ചു തരും, നല്ല രസമാണ് അവളുടെ ജേണൽ. ചെറിയ തട്ടിപ്പിട്ട് പരിപാടി കൊള്ളൂ. ഇത് മൊത്തം കാണിക്കും, ഫ്രണ്ട് പേജ് രസമുണ്ടോ? ഇതൊക്കെ ഞാൻ കാണിച്ചു നല്ല രസമുണ്ട്. അവളുടെ ജേണലാണ് ഇതൊക്കെ, നല്ല രസമുണ്ട്. രണ്ടാളും ഒന്നും ചെയ്യും. ഞാൻ ട്രാവലർ ചെയ്ത രസമുണ്ടോ? വേറെ ഇനിയുണ്ട്, ബുക്കൊക്കെ ഇനിയുണ്ട്. ഈ ബുക്ക് മൊത്തം അവൾ ചെയ്താണ്. നല്ലതൊക്കെ അങ്ങനെ കാണിച്ചു തരാം. ഇത് നല്ല രസമുണ്ട്, സിമ്പിളുമാണ്, നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല രസമല്ല കാണാൻ. എനിക്ക് ഇത്തിരി കലാകാരി എന്നെ. നീ ആരാ അല്ലേ? വരക്കാൻ എക്സ്പെർട്ട് ആണല്ലോ, അതെല്ലാം വരച്ചിട്ടുള്ളതൊക്കെ ആക്കിയാൽ ഞാൻ പെടും. എനിക്ക് ഇങ്ങനത്തെ സ്റ്റിക്കറൊക്കെ കൊണ്ടുപോയിട്ട് ആക്കാൻ പറ്റും. ഞാൻ വരച്ചു കൊടുക്കും. ഇപ്പൊ ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഞാൻ വരച്ചു കൊടുത്താണ്. എനിക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സമയം നമുക്ക് ചെയ്യണ്ടേ? ചെയ്യണം. എന്തായാലും ഇത്രയും ടൈം ഞങ്ങൾ ലാഗ് അടിപ്പിച്ചു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു വിന്റേജ് റെട്രോ തീമാണ് ജേണൽ ചെയ്യുന്നത്. നീയോ? ഞാൻ സാധാ വിന്റേജ്. കാരണം എന്താ വെച്ചാൽ റെട്രോ എന്നൊക്കെ വരുമ്പോൾ കുറേ വരയ്ക്കാണ്ടാവും. സ്റ്റിക്കർ ആക്കുകയാണെങ്കിൽ തന്നെ വരച്ചിട്ടുള്ള സ്റ്റിക്കറൊക്കെ വരക്കാൻ കഴിവില്ല. നിനക്ക് പിന്നെ എന്താ കഴിവുള്ളത്? എന്നൊരു പാട്ടാറി പാട്ടാട്. നമ്മൾ അനാഥരാണ്, ഇത് പിന്നെ എന്റെ മോട്ടിവേഷൻ കൂടാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ച കാർഡുകൾ. ഇതൊക്കെ കണ്ട് മോട്ടിവേഷൻ ആയാൽ മതി. നോക്കുമ്പോ പക്ഷല്ല, അപ്പൊ നമ്മൾ നന്മപരമായ അനിയത്തി പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് റെട്രോ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും എൻ്റെ നീതി ഇവിടെ പണി തുടങ്ങി കഴിഞ്ഞിട്ടാ. ഈ വിൻറ്റേജ് റെട്രോ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ തീമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പം ഞാനും അതുപോലൊക്കെ തന്നെ ചെയ്യും. പിന്നെ കുറച്ച് വിൻറ്റേജ് കോട്ട്സ് ഒക്കെ ഗൂഗിളിൽ നിന്ന് തപ്പിപ്പിടിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ സമയം പോയത് അറിഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ കൂടെ പഴംപൊരി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ? അങ്ങനെ എൻ്റെ അനിയത്തിൻ്റെ ജേണലൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയാം എങ്ങനെയുണ്ട് എന്ന്. ഇതാണ് എൻ്റെ കാറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ വരച്ചത്. ഇതിവിടെ വെക്കണം എന്നുണ്ട്, പക്ഷെ വെച്ചാൽ അതിൻ്റെ ഒരു ലുക്ക് പോകുന്നൊരു പേടി. രസമുണ്ട് അല്ലേ? ഇത് എടുത്താലാണോ ഇത് വെച്ചാലാണോ രസം? രസം, എനിക്ക് ഇഷ്ടമായി കാർ. പിന്നെ ഇതാണ് എൻ്റെ അനിയത്തിൻ്റെ. എൻ്റെ അനിയത്തിൻ്റെ എപ്പോഴും പിന്നെ സിമ്പിൾ ബ്യൂട്ടി ആയിക്കോല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം. സീ യു ലൈറ്റർ.